ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു അടിപൊളി റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു വാട്ടർമെലൺ ഐസ്ക്രീം. ചൂടൊക്കെയല്ലേ, അപ്പോൾ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. യൂട്യൂബിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ കിട്ടിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. കനിമോള് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയിലാണ്. കഴിക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെ ഞാനൊരു വാട്ടർമെലൺ എടുത്തിട്ടുണ്ട്. വാട്ടർമെലൺ ഇങ്ങനെ സ്ക്രീനിൽ കാണുന്നത് പോലെ കട്ട് ചെയ്തിട്ടെടുക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ പൾപ്പ് നമ്മൾക്ക് മാറ്റി വെക്കാം. അങ്ങനെ നമ്മൾ പൾപ്പൊക്കെ മാറ്റി വെച്ചിട്ട് അതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കേ. കുറച്ച് പഞ്ചസാര കൂടെ ഇട്ടിട്ടുണ്ടേ. അതിൻ്റെ ഇടയിൽ വാട്ടർമെലനൊക്കെ അവിടെ നിന്നൊരു കള്ളിപ്പെണ്ണ് എടുത്ത് തിന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വാട്ടർമെലൺ ജ്യൂസ് ആക്കി എടുത്തിട്ടുണ്ടേ. ഞാനെടുത്ത വിപ്പിംഗ് ക്രീം നല്ല മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. അപ്പം നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഈ ഷുഗർ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ അത്യാവശ്യം ഒരു പരന്ന ഒരു പാത്രം എടുക്കുക. എന്നിട്ട് നമ്മൾ ആ വാട്ടർമെലണിൻ്റെ ഭാഗം ഉണ്ടല്ലോ അതെടുത്ത് ഒന്ന് താഴ്ത്തി വെച്ച് കൊടുക്കുക. എന്നുവെച്ചാൽ ഒന്ന് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ആ പാത്രത്തിന് കറക്റ്റായിട്ട് നിന്നോളൂ. ആദ്യം ഞാൻ കട്ട് ചെയ്തിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് അത് അങ്ങനെ. പിന്നെ ജസ്റ്റ് ഒന്ന് പിന്നെ കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ അടിപൊളിയായിട്ട് അവിടെ നിന്നു. അങ്ങനെ ഞാൻ അടുത്ത ബാച്ച് ഒന്ന് റെഡിയാക്കി എടുക്കാൻ കേട്ടോ. ഇതേപോലെ തന്നെ അടുത്ത ബാച്ചും റെഡിയാക്കി. അതിന് പിന്നെ നമ്മൾ കേക്കിൻ്റെ പാത്രം തന്നെ എടുത്തു. എനിക്ക് തോന്നി ഏറ്റവും ആപ്റ്റായിട്ടുള്ളത് കേക്കിൻ്റെ പാത്രം തന്നെയാണ് എന്നുള്ളത്. അങ്ങനെ പിന്നെ ആദ്യം തന്നെ നമ്മളത് കട്ട് ചെയ്തിട്ടൊക്കെ തന്നെ വെച്ചു. അപ്പോൾ അടിപൊളിയായിട്ട് അവിടെ നിന്നു. അങ്ങനെ അത് ഒഴിച്ചു കൊടുത്തു, സെറ്റാക്കി വെച്ചു കേട്ടോ. ബാക്കിയായത് പിന്നെ 2 ഗ്ലാസ്സിലാക്കി വെച്ചു. അങ്ങനെ അതിന് 2 കൊമ്പൊക്കെ കുത്തി കൊടുത്തു. അങ്ങനെ അതിന് 2 സ്റ്റിക്കൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ. എപ്പോഴും ഐസ്ക്രീം കഴിച്ച 2 സ്റ്റിക്ക് ഉണ്ടായിരുന്നു അവിടെ. എന്നിട്ട് ഇത് നമ്മൾ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഫ്രിഡ്ജിലല്ല, ഫ്രീസറിൽ. രാവിലെ പിള്ളേർ എണീറ്റ് സ്കൂളിൽ പോയപ്പോൾ തന്നെ ഞാനൊന്ന് നോക്കിയിട്ടോ. അടിപൊളിയായി സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ സ്കൂൾ വിട്ട് വരുമ്പോഴേ ഇത് ചോദിച്ചിട്ടാണ് വരണത്. പാത്രം എടുത്ത് ഒരു 3-4 അടി ഇങ്ങനെ അടിച്ചപ്പോൾ തന്നെ ഉണ്ട് വന്നു കേട്ടോ. അല്ലാണ്ട് വലിയ പ്രശ്നമോ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയില്ല നമുക്ക്. അങ്ങനെ കട്ട് ചെയ്യുക, എല്ലാവർക്കും സെർവ് ചെയ്യുക, അത്ര തന്നെ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞു. രാത്രി ആയപ്പോൾ വീണ്ടും അവർക്ക് ആ ഗ്ലാസ്സിലുള്ള ഉണ്ടാക്കി വെച്ചത് കഴിക്കണം. അതും നമ്മൾ വിചാരിച്ചൊരു ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ അങ്ങനെ കുറച്ചൊന്ന് പുറത്തേക്ക് എടുത്ത് ഒരു 5 മിനിറ്റ് വെക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങോട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. കനിയുടെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ നല്ല ടേസ്റ്റി സംഭവമാണ് ഗൈസ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.